അഖണ്ഡതാണ്ഡവം അഖണ്ഡതാണ്ഡവം ശിവ 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 ഹര ഹര ശിവ 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 അഖണ്ഡ 2 ഡയറക്റ്റഡ് ബൈ ബോയപ്പത്തി ശ്രീനു അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി NBK നന്ദമൂരി ബാലകൃഷ്ണ ബാലയ്യ. അദ്ദേഹത്തിൻ്റെ തൊട്ടാത്തിരിക്കുന്ന പടം അഖണ്ഡ 2 ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് തമൻ പൊളി. അപ്പോൾ ഇന്നലെ പോയി അഖണ്ഡ 2 കണ്ടു. അഖണ്ഡ 2 ഞാൻ അഖണ്ഡ 1 കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അഖണ്ഡ 2 കാണാൻ പോയി. ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ അഖണ്ഡ 1ൻ്റെ ചെറിയ കഥ എന്തായിരുന്നു എന്ന് അഖണ്ഡ 2 കാണിക്കുന്നത്. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ, നമുക്ക് പോയി കാണാം. ഞാൻ ടിക്കറ്റ് എടുത്തു. സിനിപോളിസിൽ പോയി. തിയേറ്റർ ഫുൾ ആയിരുന്നു. തെലുങ്കു ആണ് പോയി കണ്ടത്. തെലുങ്കു 3D ആണ് കണ്ടത്. തെലുങ്കു 3D. എൻ്റെ നല്ല നേരം സബില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ തെലുങ്കു ഫാൻസിൻ്റെ കൂടെ ബാലയ്യ ഫാൻസിൻ്റെ കൂടെ ബാലയ്യ പടമായ അഖണ്ഡ 2 കണ്ടു. പടം സൂപ്പർ പടം. ദൈവം പിശാച് അതിനിടയ്ക്ക് ടിബറ്റ് ചൈനക്കാരുടെ ഓരോരോ വൈറൽ ബയോവാർ ഇതിനെയൊക്കെ എങ്ങനെ ബാലയ്യ, നമ്മുടെ സന്യാസിയായ ബാലയ്യ എങ്ങനെയൊക്കെ ഇതിനെ നേരിടുന്നു? സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു. എന്താണ് ഞാൻ പടം കാണാൻ പോയത് തെലുങ്കു ഓഡിയൻസ്. ഫസ്റ്റ് റീസൺ തെലുങ്കു ഓഡിയൻസ്. അവന്മാർ എന്നാ പൊട്ടപ്പടം കിട്ടിയാലും അവന്മാർ വൈബായിരിക്കും. തിയേറ്റർ വിഷയമായിരിക്കും. സെക്കൻഡ് ഫാക്ടർ തമൻ്റെ മ്യൂസിക്കൽ, തമൻ്റെ സ്കോർ. ബാലയ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല പോയത്. ബാലയ്യനെ എനിക്ക് അറിയാലോ. ഓക്കെ, സ്കോർ വാസ് ഫ്രിക്കിംഗ് ഓസം. സ്കോർ ചുമ്മാ തീയായിരുന്നു. ബാക്കിയൊക്കെ ചുമ്മാ പ്രെഡിക്റ്റബിൾ സ്റ്റോറി. നമുക്കറിയാം കഥ എങ്ങോട്ട് ചെന്ന് തീരും നല്ലോണം മനസ്സിലാവും. പിന്നെ ബാലയ്യയുടെ ഫൈറ്റ് കാണാം. ബാലയ്യ ഫാൻസിന് ഇങ്ങനെ ജയ് ബാലയ്യ വിളിക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ എങ്ങനെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു എന്നാണ് എനിക്കറിയാൻ മേലത്ത്. ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ. VFX ടീമൊക്കെ ചുമ്മാ ചത്തുപണി എടുത്തിട്ടുണ്ട്. സൂപ്പറാണ്. മഞ്ഞുമല എന്നൊക്കെ ഒരു ഇൻട്രോ സീനിൽ ഒരു പെങ്കൊച്ച് കരയുമ്പോൾ മല ഒരു സന്യാസത്തിന് ഇരിക്കുക. അപ്പോൾ മല പൊട്ടിച്ച് ഒരു മേത്ത് സന്യാസി ഇരുന്ന് ഫുള്ള് മഞ്ഞ് സ്ഥലത്ത് പോയി തപസ്സിരുന്നിട്ട് കുറേ നാളായി. ഫുള്ള് മേത്ത് പോലത്തെ മഞ്ഞായി. അതിൻ്റെ തെറിച്ച് വരുന്ന സീനൊക്കെ ഉണ്ട്. ഒക്കെ ചാടി വരും ഉൽക്ക പോലെ. പിന്നെ ആരൊക്കെയാ? ഹനുമാനുണ്ട്, ശിവനുണ്ട്. അയ്യോ എനിക്കറിയാൻ മേലേ. നല്ല പടം. ഇനി 3 കൊണ്ട് ജയ് അഖണ്ഡ അഖണ്ഡ 3 ജയ് അഖണ്ഡ. എൻ്റെ പൊന്നെ, എന്തോരം വെടിയാ വെക്കണേ പുള്ളി. നേരെ തോക്കൊക്കെ ചുമ്മാതെ കളിത്തോക്ക. പുള്ളി എന്ത് ചെയ്യും? പുള്ളി തൃശ്ശൂലം വെച്ചിട്ട് പോയി ഉണ്ടയൊക്കെ തെറിച്ചു പോയി. പുള്ളി മേത്ത് ഒരൊറ്റ ഉണ്ട പോലും കൊല്ലുന്നില്ല. ഒരു രാജ്യം ഫുള്ള് വന്ന് അറ്റാക്ക് ചെയ്യുമോ പുള്ളിനെ മാത്രമായിട്ട്? ഒരു ഉണ്ട മേത്തുകൊള്ളേ പറ്റില്ല. അതിനിടയ്ക്ക് പിശാശ് വരും. പിശാശുമായിട്ടുള്ള ഫൈറ്റ്. പിശാച്ചൊക്കെ ചുമ്മാ മാറി നിൽക്കുകയുള്ളൂ. ഇവൻ ബാലയ്യ ഭയങ്കര പുള്ളിയാണല്ലോ. ബാല നമ്മളെ തൊടാൻ പോലും പറ്റില്ല. ബാലയുടെ മേത്തൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒറ്റ മുറിവ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ആകെ സംഭവിച്ചിരിക്കുന്നത്.
തൃശ്ശൂലുമുണ്ട്. പിന്നെ ഹനുമാൻ വരുമ്പോൾ ഗതയുണ്ട്, ഗത വച്ചടി, തൃശ്ശൂലം വെച്ച് കുത്ത്. ഇതാണ് പട്ടം, ഇതാണ് പട്ടം. എന്തായാലും സൂപ്പറായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. സബ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. സബ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ കഥയൊക്കെ മനസ്സിലായി. ഡയലോഗൊന്നും കത്തിയില്ലെന്നേ ഉള്ളൂ. ഡയലോഗ് ചുമ്മാ ഡയലോഗൊക്കെയാണ്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. പിന്നെ പടം കാണാനത്തൊരു തെലുങ്കൻ അടുത്തിരിപ്പുണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞ് പുള്ളി കഥയൊക്കെ കുറേയൊക്കെ പറഞ്ഞു തന്നു. ഡയലോഗൊക്കെ എന്താ സംഭവിക്കണമെന്ന് ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ പുള്ളി ഇംഗ്ലീഷിൽ പറഞ്ഞു തരും എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ. അങ്ങനെ കണ്ടു. അപ്പം അതാണ് അഖണ്ഡ 2 എൻ്റെ റിവ്യൂ. അപ്പോൾ ഓക്കെ, ശരി, ഇനി ബബ്ബയുടെ റിവ്യൂമായിട്ട് വരാം 18-ാം തീയതി. ഓക്കെ.